കോഴി ചുമ്മാ കൊത്തിപ്പായാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വീഴും കുഞ്ഞാ. അങ്ങനെ കറക്റ്റ് ഞാൻ ഇവിടെ തന്നെ മനസ്സിലാക്കി പോന്ന്. എന്താ നമ്മളെ എങ്ങോട്ടാ പോണേ? ആരെ പൂച്ചനെ കാണാൻ വിളിച്ചത്? അജിയാണോ വിളിച്ചേ? അജി ഒരു പൂച്ചേന്റെ വീഡിയോ അയച്ചു കൊടുത്തേ, എന്നിട്ട് അതിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഞങ്ങളിപ്പോ. അജി എവിടെയാ ഇരിക്കണേ? ഇത് അജീൻ്റെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ. എന്താ പേരാ ജു? ലുലുവോ? ലുലു ലുലു അയ്യോ നോക്കട്ടെ. ലുലു ഇതെന്താ കണ്ണ് ചോപ്പാടാ? കണ്ണ് ചോപ്പ? ആ രണ്ടെണ്ണുണ്ട്. അച്ചടാ ദിസ് ഇസ് ഓക്കെ. പേരാണോ? ദിസ് ഇസ് പേർ. കണ്ണൊക്കെ കണ്ടടാ. ഓക്കെ എന്ത് രസല്ലേ. കണ്ണ് ചോപ്പാണോടാ? കണ്ണ് ചോപ്പാ? ലൂലു ഒന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഓടിപ്പോയി. ഞാൻ അത് പഠിപ്പിക്കുന്നതിന്റെ കാലും വന്നൊരു സാധനം. ഞാൻ എന്താ ഞാൻ കൊണ്ടുപോകാനുള്ള പ്ലാനിങ്. ഈശ്വരാ അപ്പോഴേക്ക് കൊണ്ടുപോയി. ഒരു വേലന്ന് കണ്ടു. അത് ഈ വീട്ടിലെ ആരുടെയോ ആണ് കേട്ടോ. എടുത്തോ ലൂലു. ഇത്ര നേരം തന്നെ കണ്ണ് റെഡാണോ? അല്ല, കണ്ണിന് എന്താ ലൈറ്റ് അടിച്ചിട്ടാ അല്ലേ? എന്ത്? Okay, they are afraid. Okay, it's your cat. Yes. Okay. I like cats. Okay. No, this one is not going out. Only Lulu we are allowing her. Okay. That's why her color is Dirty. I need to wash her every week. You have how many cats? 3. 8 cats. Yes. In your home? Yeah. How you manage? ഇത് ഉമ്മ വെക്കുന്നടാ. എന്തൊരു മണം അതിന്. നല്ല മണം. കുന്തിരിക്കത്തിന്റെ ഒക്കെ മണം. മണാണ് അതിനെ പുകച്ച് നല്ല മണമാക്കി വെച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് വേറെ കുട്ടിയായിട്ടാ. ഇനി നന്ദന വേണ്ട കേട്ടോ. ഇത് വെള്ളം മറ്റേ കളർ ഉണ്ടല്ലേ? മണടാ മണക്കാൻ തോന്നുന്നു. മറ്റേത് കത്തിച്ചാണ്. ഊതിന്റെ ഒക്കെ മണം. പ്യൂർ വൈറ്റ് അല്ലേ? വലുത്. ഇതിന് ഇത് അവർക്ക് 8 പൂച്ചക്കുട്ടികൾ 7 ഉണ്ട്. 8 ഉണ്ട്. ആ ലുലു എന്ന് പറയുന്നതിനെ മാത്രമേ പുറത്ത് വിടുള്ളൂ. ഇതിനൊന്നും പുറത്ത് വിടൂല എന്നാ പറയണത്. എന്താ നല്ല മണുണ്ടോ? ഓക്കെ അടുത്ത് നോക്ക് നന്ദ നോക്ക്. നന്ദ ഔട്ട്. നന്ദ ഔട്ട്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലേ? എന്താടാ ഇരിക്കണോക്കി രണ്ടും. ഇങ്ങനത്തെ 8 ഉണ്ട് എന്നാ പറയണത്. അതായത് ഇതിന്റെ ഒരു അമ്മേനെയും പുറത്തുനിന്ന് ഒരു ആൺപൂച്ചേനെയും വാങ്ങി അതിന്റെ കുട്ടികൾ 6 കുട്ടികളുണ്ടായി. ടോട്ടൽ ഇപ്പൊ 8 പൂച്ചകളുണ്ട് എന്നാട്ടോ അവർ പറയണേ. അവർക്ക് ഇഷ്ടമായിട്ട് വളർത്തണയാണ്. അവരെ കുട്ടികളെ പോലെയാന്നാ പറയുന്നത്. വിൽക്കാനൊന്നും അല്ല കേട്ടോ. ഷോ ഇത് അടുത്ത കുട്ടി കേട്ടോ. ഇത് രസാ കാണാന്. അയ്യോ തലനെയൊക്കെ എടുക്കാലോ നമുക്ക്. ഓന്റെ ദുഷ്ട. അജുന് പറഞ്ഞു കേട്ടോ തലനെയൊക്കെ എടുക്കല്ലേ നമുക്ക്. അതിനേ നമുക്കുണ്ടല്ലോ പൂച്ചകളെ തൊടാൻ തോന്നൂല എന്ന് പറയണ പോലെ കേട്ടോ. നല്ല മണാണ് ഇതിന്. ഊതിന്റെ ഒക്കെ അവരുടെ കത്തിക്കുന്ന ആ ഊതിന്റെ ഒക്കെ മണാണ്. പോടാ തന്നോട്. എന്താടാ നീ കാണിക്കണെന്ന്. സന്തോഷായി പോലു.
പൂച്ചകളെ അയ്യോ അതാ സാധാ പൂച്ചയാണ് കേട്ടോ, അത് കടിക്കും. ആ ഇത് സാധാ പൂച്ചയാണ്. അത് പറഞ്ഞത് കേട്ടോ. എന്താ പന്നു? ഏതാ സാധനം നോക്ക്. സാധാ പൂച്ചേനെ കണ്ടപ്പോ ഇപ്പൊ പറയാ അതിന് ഇഷ്ടല്ല അത്രേ. എന്തുവാടാ എന്റെ കുട്ടീനെ കുറ്റം പറയണേ? പൂച്ചക്ക് വരെ ഊതിന്റെ മണക്കോ ദുഷ്ടം പറയണ നോക്ക്. നന്ദയ്ക്ക് പൂച്ചേനെ ഇഷ്ടപ്പെട്ടോ? ഇത് നന്ദയ്ക്ക് കയറാനുള്ള കോണിയാണോ ഇത്? ഓരോ ഓടിക്കും നമ്മളെ. നിനക്ക് പൂച്ചേനെ ഇഷ്ടപ്പെട്ടോ? അച്ഛ പറഞ്ഞു ഇവിടെ ഇരിക്കാന്. നിനക്ക് പൂച്ചേനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ? നമുക്ക് കൊണ്ടുപോയാലോ വീട്ടിക്ക്? ആ പൂച്ചേനെ ഞാൻ പറഞ്ഞത്, അത് ആ പൂച്ചേനെ, ആ വഴിയിലുള്ള പൂച്ചേനെ പറഞ്ഞത്. ഇതിന് ഇഷ്ടപ്പെട്ടോ? ഇവിടെ കുറേ ഇങ്ങനത്തെ പൂച്ചകൾ നല്ലതുപോലെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിലും കുറച്ച് പൂച്ചകളെയൊക്കെ അവർ കുറച്ച് പ്രായമായാലും നോക്കാൻ പറ്റിയില്ലെങ്കിലും ഈ തൊപ്പ പൂച്ചേനെ തന്നെ അവർ പുറത്തേക്ക് കളയും കേട്ടോ. ഉപേക്ഷിക്കണയാണോ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നതാണോ അറിയില്ല. എന്നിട്ട് ഇങ്ങനെ അവർക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും കൊടുക്കാനും പറ്റില്ല. ഈ റോട്ടിൽ കൂടെ അങ്ങനെ എല്ലാവരോടും ഭയങ്കര അടുപ്പം കാണിച്ച് നടക്കുന്ന കാണുമ്പോൾ പാവം തോന്നും. പിന്നെ പൂച്ചകളെ ആണെങ്കിൽ എത്രയാ വണ്ടി ഇടിച്ച് ചാവണമെന്ന് അറിയോ? ചായ അടിക്കല്ലേ? പൈസ ഉണ്ടോ? നീ കൊടുക്കൂ. എന്ത്? നിന്റെ കയ്യിലും പാപ്പില്ലല്ലോ. നമുക്ക് പൂച്ചനെ കൊണ്ടുപോയി വിറ്റാലോ? പൂച്ചനെ കൊണ്ടുപോയി വിറ്റാലോ? പൈസ കിട്ടും. പൂച്ചനെ കൊണ്ട് വിറ്റാ പാപ്പി കിട്ടും. നീ പോയി എടുത്തിട്ടോ, അതിനുള്ളിൽ പോയിക്കോ. ഒന്നിനെടുത്തിട്ട് ഓടിപ്പോര് കിട്ടും. പിടിക്കൂല. പിടിച്ച മാമന്റെ പേര് പറഞ്ഞോണ്ടു കേട്ടോ. പിടിച്ച മാമൻ പറഞ്ഞിട്ടാ പറഞ്ഞോണ്ടു. പൊന്നെ മുത്തേ ചക്കര മുത്തേ ചക്കര കുട്ട. ചാടിക്കാൻ പോലെ പാപ്പി അറിയില്ല. നമുക്ക് അച്ഛനെ വിളിക്കാം. എന്റെ അച്ഛൻ്റെ പാപ്പി മാമന്റെ കൈ കൊണ്ടൊരു ചായ കുടിക്കാൻ ആഗ്രഹം പറയും. അച്ഛനെ വിളിച്ചാ കേട്ടോ. അച്ഛനെ വിളിക്ക ചോദിച്ച കൂട്ടോ. ചായ അടിക്കാൻ പോവാ കേട്ടോ. നിന്നോട്ടോ. ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഫോൺ എടുക്കാൻ വിളിച്ചെന്ന്? ചായ കുടിക്കാനല്ലേ വിളിച്ചേ? എന്നിട്ട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞോ? അതെ എന്നതാ മാസ്റ്റർ പ്ലാൻ ചെയ്യല്ലേ നമ്മള്? പറഞ്ഞു അജു ചായ വാങ്ങിച്ചു തരാതൊക്കെ സുഭാഷേട്ടനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. വേഗം വാ പറയും. വരാറുണ്ട്. ചായന്റെ റെഡിയായല്ലോ. നമ്മളെ പ്ലാൻ എങ്ങനെയുണ്ട്? ആ പ്ലാൻ സക്സസ്. നന്ദ വരും, ഒന്നും കുടിക്കൂല. മാമ വരും, എല്ലാം കുടിക്കും. അല്ല തലാപത്ത് ചേട്ടൻ വന്നിരിക്കുന്നു. എന്താണല്ലോ ചോദിച്ചു? ചിക്കൻ തരാൻ മതി. ചെല്ലു തരും. അതെ നമ്മളെ ഉഷാറ് മാത്രമേ ഉള്ളൂ. മേലത്തെ വീട്ടിലെ പുതിയ ചേട്ടനെ ഓളോട് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ഓടി ഒന്നും മിണ്ടാതെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ നന്ദേനോട് ഫൈൻ ചോദിച്ചു എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്നിട്ട് കുഞ്ഞെന്താ പറയാൻ ഞാൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞപ്പോൾ പറയണേ നന്ദയ്ക്ക് അറിയില്ലല്ലോ, നന്ദയ്ക്ക് പേടിയാണ്, നന്ദയ്ക്ക് അറിയാത്ത ആളല്ലേ എന്ന്. എത്ര ഉള്ളു? ഈ പാകിസ്ഥാനി അല്ലേ?
ചെരുപ്പ് ഊരിയിട്ട് നടക്കല്ലേ ചെല്ല്, നമുക്ക് പോണ്ട് ചായ കുടിക്കാൻ. ഈശ്വര, അജു എൻ്റെ പാൻറ് ചളിയാവും. അമ്മ തിരുമ്പി തരില്ല. അമ്മ തിരുമ്പൂല, നീ തിരുമ്പി കൊടുക്കണം അജീന്റെ പാൻറ്. നിങ്ങളെങ്ങനെ കറക്റ്റ് ഞാൻ ഇവിടെ തന്നെ മനസ്സിലാക്കി പോന്നത്? എന്ത് ഇവിടെ തന്നെ എങ്ങനെ കണ്ടേ? ഓളാ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നത്. ഓൾക്ക് ഈ ടൈല് കണ്ടപ്പോ തന്നെ മനസ്സിലായി എവിടെയാണെന്ന്. എന്ത് കൊക്കര കോഴിന്ന് പാടുന്നു. കോഴി ചുമ്മാ കൊക്കിപ്പായാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. കുട്ടിത്തേവാങ്ക് കോലം കെട്ടിത്തുള്ളാതെ ഇഷ്ടപ്പെട്ട പൂജ മുട്ടയിടിക്കും ഞാൻ. ചെരുപ്പില്ലാതെ ഇറങ്ങല്ലേ, ചൂട് ചാടിക്കാൻ പോണ്ട നമുക്ക്. പണ്ട് ഇങ്ങനെയാണ് കുട്ടികളെ കുളിപ്പിക്കുക. എങ്ങനെ കാണിച്ചോ? ഇങ്ങനെയാണോ തല തിരിച്ചാണോ? ഈ കുളിപ്പിക്കാൻ പോയിന്നോ? അല്ല, കണ്ടുണ്ട് ഇങ്ങനെ ഓടിപ്പിക്കാം. ഉണ്ണിക്കാൽ വളരെ വളരെ, ഉണ്ണിക്കൈ വളരെ വളരെ, ഉണ്ണിക്കാൽ ഇങ്ങനല്ല, തല തിരിച്ച, തല കുത്തനെ കുട്ടീനെ എടുത്ത. കാലില് നിക്കണില്ലല്ലോ കുട്ടി. പോത്തായിണ്ടേ കുട്ടിയല്ലത്. ഇതെന്താ ഇതേ നടു റോഡിന്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡാണേ. ഇവിടെയാണ് ഇരുന്ന് കുട്ടീനെ കുളിപ്പിക്കുന്നത്. വളരെ വളരെ, ഉണ്ണി മൂക്ക് വളരെ വളരെ, ഉണ്ണിക്കവിള് വളരെ വളരെ, ഉണ്ണിക്കൈ വളരെ വളരെ. നീ ചോദിക്കാ ചെരുപ്പിടാതെ ഇറങ്ങരുത്, ചെരുപ്പിടാതെ ഇറങ്ങരുത്. ഞാൻ പിടിക്കാൻ പോവാ. ഞാൻ അമ്പഴങ്ങ കുരുവല്ല, ഞാൻ കുമ്പളങ്ങ കാറ്റല്ല. കാറ്റല്ല അല്ല. എന്തിനാ അതറിഞ്ഞോ? പൂച്ച പ്രസവിച്ചു 3 കുട്ടികള്. വീട്ടിലുണ്ടായിരുന്ന ആ പൂച്ചല്ലേ? കറുത്തതോ? അല്ല, ഗോൾഡൻ കളറും വൈറ്റും. അത് പറയാനാവും എന്നെ വിളിച്ചിരുന്നു. 3 കുട്ടികളുണ്ടായി. ഓള് വിചാരിച്ച പോലെ തന്നെ, ഓള് പറഞ്ഞതുപോലെ തന്നെ 3 കുട്ടികളുണ്ട്. അല്ല, ചിക്കു പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പൂച്ച പ്രഗ്നന്റ് ആയ പൂച്ചേന്റെ വയറും അങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയും 4 കുട്ടികൾ 3 കുട്ടികൾ എന്ന്. കറക്റ്റ് ആയിട്ട് ഓള് പറഞ്ഞ കറക്റ്റ് ആയിട്ടോ, 3 കുട്ടികളായിരുന്നു. പിന്നെ തലയിൽ മുഴ ഉണ്ടാവില്ലേ? അങ്ങനെ മുഴ ഉണ്ടാവില്ലേ? 10 കുട്ടികളല്ല, 3 കുട്ടികളാണ് ഇത്രേ. 10 കുട്ടികളില്ല പൊന്നു, 3 കുട്ടികളേ ഉള്ളൂ. അജു, നമുക്ക് നാളെ 100K ആവും സബ്സ്ക്രൈബേഴ്സ്. ഇന്നോ നാളെ മിക്കവാറും നാളെ ആവും. എന്ത് എൻ്റെ ഈ വീഡിയോന്റെ സബ്സ്ക്രൈബേഴ്സോ ഇതൊന്നും ആർക്കും അറിയില്ല കേട്ടോ. എല്ലാവർക്കും എന്തോ ഞാൻ പറഞ്ഞോണ്ടല്ലോ ശ്രീമോള് യൂട്യൂബ് തുടങ്ങി. അത് ശരിയാണ്. ഞാനല്ലേ കണ്ടന്റ്. എന്ത് കണ്ടന്റ് എല്ലാരും കേക്കണം കേട്ടോ. കണ്ടന്റ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 100 ആൾക്കാരെ കാല് പിടിക്കണം. ഒരു വീഡിയോ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കണം. അത് എല്ലാവർക്കും നല്ല മൂഡ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരൊറ്റ കുട്ടി എന്നെ എടുക്കണ്ട പറയും. ഞാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു കണ്ടന്റ് ആണ് പോണത്. ആ കണ്ടന്റ് എപ്പോൾ ഫോണ് തിരിച്ചാലും പറയും എന്നെ എടുക്കരുത്. അതാണ് ഒരു കണ്ടന്റിന്റെ അവസ്ഥ. ഇവനാണെങ്കിൽ ഏത് നേരം PUBG ഫ്രണ്ട്സുമായിട്ടുള്ള കോള്, അല്ലെങ്കിൽ വീട്ടിൽ കയറൂല, പുറത്ത്. ഇവൻ എപ്പോഴെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അജു നമുക്കൊരു വീഡിയോ എടുക്കുക വെച്ചാൽ താൻ പോയി അങ്ങോട്ട് ചെയ്താൽ മതി വീഡിയോ എന്ന് പറയും. പണ്ടൊക്കെ വീട്ടിൽ കയറാൻ പറയുമ്പോ 6 മണി മണി അടിക്കുമ്പോ വീട്ടിൽ കയറിയിരിക്കണം. ആര് എന്നിട്ട് ഈ കയറിയെന്നോ? ഞാൻ കയറി. തേങ്ങ കയറിയത് ഞങ്ങളെ പണ്ടത്തെ വീട്. പണ്ട് 6 മണിയാകുമ്പോ വീട്ടിൽ കയറിയില്ലെങ്കിൽ വാതിലോട് പൂട്ടും, പുറത്തിരുന്ന് പറയും 6 മണിക്ക്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ചിക്കൊക്കെ നിൽക്കുന്ന വീടല്ലാത്ത ഒരു തൊട്ടപ്പുറത്തൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ പണ്ട് താമസം കേട്ടോ. അപ്പോൾ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അമ്മ എവിടേക്ക് പുറത്ത്, അമ്മയാണല്ലോ എല്ലാ കാര്യത്തിനും പച്ചക്കറി ഒക്കെ അങ്ങാടി പോവാ. അപ്പോൾ അമ്മ പോകുമ്പോൾ അമ്മ ഒരു ലോക്ക് ഇട്ട്, ഗ്രില്ലാണ് കേട്ടോ, ഒറ്റ ലോക്കേ ഉള്ളേ, ഗ്രില്ല് പൂട്ടിയാൽ മതി. ആ ഗ്രില്ല് ലോക്ക് ചെയ്തിട്ട് താക്കോലും കൊണ്ടാണ് അമ്മ പോവുക. അതായത് ഞങ്ങൾ പുറത്ത് പോവാതിരിക്കാനും അമ്മ സേഫാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവനും ചിക്കും എന്ത് ചെയ്യുമെന്നറിയോ? ഇവനും ചിക്കുന്നല്ല, എല്ലാവരും, ഞാനടക്കം അന്ന് ഒരു ജനവാതിലിന്റെ ഒരു കമ്പി മാറ്റി കഴിഞ്ഞ് ആ ജനവാതിലിന്റെ കമ്പി മാറ്റിയിട്ട് ഒന്ന് ഊരി കിടക്കുക.
അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ തലയൊക്കെ ഇട്ട് പുറത്തേടി ഇറങ്ങാം. എന്നിട്ട് അമ്മ വരാൻ നേരത്ത് വൻ കയറും. അമ്മ ഒന്നും അറിയില്ല, എല്ലാം ഭയങ്കര സേഫായി, എന്നും പൂട്ടിപ്പോവും. എന്നിട്ടോ ഞങ്ങളെ കയ്യിൽ നിന്ന് പെൻസിൽ വീഴും, എന്തെങ്കിലും റബ്ബർ വീഴും. അതൊക്കെ നമുക്ക് കളിക്കുന്ന ടൈമിൽ അമ്മയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതിനൊരു റീസണും ഉണ്ടാവും, അത് എടുക്കാൻ പുറത്തിറങ്ങിയെന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അമ്മ വരുമ്പോഴേക്ക് കറക്റ്റ് ഉള്ളിൽ കയറിയിരിക്കും എല്ലാവരും. സത്യം പൂട്ടിയിട്ടൊക്കെ പോവേ. അന്ന് ഇങ്ങനെ അയ്യോ ഉള്ളിൽ പോയി പെട്ടുപോയാൽ എന്താവുന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. ഇറങ്ങിയ ടൈം അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? വല്ലതും അറിയോ മോളെ, ഞങ്ങൾ എന്തൊക്കെ സഫർ ചെയ്തു വല്ലതും അറിയോ? എന്റെ അച്ഛനോട് ചായ വാങ്ങിച്ചു തരാൻ പറയും. ബാ പോവാ ചായ കുടിക്കാം. ചെക്കൻ കളിക്കാൻ പോയതാ. ഇവിടെ അധികം ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ, ഇരുട്ടായിട്ടുണ്ടെങ്കിലും 6:30 പോലും ആയിട്ടില്ല. അതാരാ? രമേശ് ചേട്ടനൊക്കെ നമ്മളെ വർത്താനം പറയണവരെ ഓള് കയറി ഇരുന്നതാണ് കേട്ടോ. ചുമക്കുന്നു കേട്ടോ, തണുപ്പ് കെട്ടിയിട്ടാ. ചുമ മാറിയെന്ന് വിചാരിച്ചുള്ളൂ, അപ്പേക്ക് ഇതാ ചുമക്കുന്നു. ചായ കുടിച്ചിട്ട് വരാം അല്ലേ? വേണ്ട വേണ്ട പറഞ്ഞ നന്ദയ്ക്ക് നിർബന്ധം ചായ കുടിക്കണം. അജുന് വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ചായ ഞാൻ ഒരു കടി തന്നാ മതിയോ? ഞാൻ പറഞ്ഞ സത്യ, രാത്രി ഒരു 12:30 ആയപ്പോ സു പറഞ്ഞു നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞോണ്ട് മാത്രം. ഞങ്ങൾ പോയിട്ടില്ല. ഞാൻ പിന്നെ വേണ്ട പറഞ്ഞു, ഞാൻ എനിക്ക് ഉറക്കം വന്നിട്ട് വേണ്ട പറഞ്ഞു എന്നാ പറഞ്ഞു. ഇല്ലേ? സത്യല്ലേ? അജോ ഇത് ഞാൻ വെറുതെ പറയണല്ലേ, ഇത് ഞാൻ സത്യമായിട്ട് പറഞ്ഞ കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോ അവന് വിശന്നു. അത് ഒരു ദോശ എല്ലാവർക്കും ഞാൻ മുട്ട ദോശ ഉണ്ടാക്കി കൊടുത്തന്നല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിക്കുക ഫുഡ് കഴിക്കാൻ പോവാം. എടാ സത്യമാണ്, ഞാൻ എനിക്ക് ഉറങ്ങണല്ലോ, അക്കുവിന് നാളെ എക്സാം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവന് വേണ്ട പറഞ്ഞു. പൊട്ടാന്നോ? അതെന്താ പൊട്ടാ വിളിക്കണേ? അക്കുവല്ലേ? താടിയുമായി പിടിക്കല്ലേ? താടി പ്ലീസ്, താടി തൊടല്ലേ പ്ലീസ്, താടി തൊടല്ലേ. ഇഷ്ടായോ? ഇഷ്ടായി? കുറച്ച് വെച്ചേരണോ? അവിടെ വേണം ഓളെന്നെ. എന്റെ താടിക്ക് ഫാൻ ബേസ് ഉണ്ട് അല്ലേ? അത് പറഞ്ഞ് ചിരിപ്പിക്കല്ല എന്നെ. എന്തേ വെയിറ്റ് കുറക്കണം കേട്ടോ, ഡയറ്റ് പോണേ. ഡേറ്റ് അല്ല, ഡയറ്റ് പറഞ്ഞ ഫുഡ് അടി കുറയ്ക്കണമെന്ന്. ഇതെന്താ? നമ്മളെ ചായക്കട എത്തിട്ടോ. ഈ കടി കഴിക്കാൻ മാത്രാട്ടോ ഞങ്ങൾ വരുന്നത്. അങ്ങനെ പോവാ നമുക്കെന്നാ. ഓൾക്കൊന്നും വാങ്ങി കൊടുക്കണ്ട. അടുത്ത കടയ്ക്കുള്ള വഴി കാണിക്കുകയാണ് കേട്ടോ നന്ദ. നന്ദക്ക് അറിയോ പോവാൻ വഴി? അറിയോ പോവാനറിയോ? ഏലൂടെ പോവാ. ഓക്കെ, വേറെ കടയ്ക്ക് പോവാനാണ്. ചായ കുടിക്കട്ടെ. ഇത് സ്ട്രോങ് ആണോ ജു? ഇത് സ്ട്രോങ് ആണ്. ഇത് വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊടുക്കാനിട്ടല്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായ ആർക്കും വേണ്ട. കടയിലത്തെ ചായ കുടിച്ച് ശീലാക്കി. ഈശ്വരാ, കടയിലെ ചായ ശീലമായി പോയി. ശരി കേട്ടോ. അപ്പൊ ഞാനോ? അപ്പൊ സൂ എവിടെ? നമ്മൾ മാത്രമേ പോണുള്ളൂ? ആരുടെ? അങ്ങനെ പറഞ്ഞാൽ മതി.
ആണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണ്ട ദുഷ്ട. എന്താ പറഞ്ഞു കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോയെങ്കിൽ തോന്നിയതൊക്കെ എടുക്കേ ഇത് കൊറേ എടുക്കൂ അത് അച്ഛൻ വരട്ടെ അച്ഛനെയും കൊണ്ടേ പോവുള്ളൂ കൊറേ എടുക്കൂല ഈ തോന്നിയത് എടുക്കുവാണെങ്കിൽ ചെറുത് നോക്കി എടുക്കുവോ ചെറുത് ഒപ്പാണോ ഒപ്പ അയ്യോ അത്രേ ഉള്ളൂ അപ്പൊ ഉമ്മ കിട്ടിയില്ലല്ലോ ഇനി കടയിൽ പോവാൻ അച്ഛടെ ഉണ്ടോ അതെങ്ങനെ ഇരുട്ടത്ത് പോലും കാണും അജി വിചാരിച്ചു അവിടെ ഇല്ലാന്ന്. എല്ലാരും വിചാരിച്ചേ ഹാപ്പി ഉണ്ടോ ഞാൻ എടുക്കാം കടയിൽ പോണോ കടയിൽ പോണോ കടയിൽ പോണോ നമ്മണ്ട കടയിൽ പോണ്ട അയ്യോ ഉറങ്ങി, ഇനി കടയിൽ പോണ്ട, രക്ഷപ്പെട്ടു. ഇതാണ് നന്ദ പറയണ ഫുഡ് പാലസ് കേട്ടോ. ഇക്കാന്റെ കടയ്ക്കാ പോണ്ടത്. നോക്കിയാ കട അതിൻ്റെ ഉള്ളിൽ ഈ പൊട്ടത്തിയാ പൊട്ടൂച്ചേ. അതല്ല, ഇക്കാന്റെ കടയിലാവുമ്പോ താഴെ തന്നെ സാധനങ്ങളുണ്ട്, ഓക്ക് വേണ്ടത് എടുക്കാം. ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ, അതാണ്. ചാവി കൊടുക്കട്ടോ, ചാവി കൊടുക്കട്ടോ വണ്ടി. ട്രോളി എടുക്കാൻ അച്ഛനവിടെ ട്രോളി എടുത്തേ പോകുള്ളൂ. അവിടെ അല്ല പൊട്ടുവെച്ച, എനിക്ക് ഇരുത്താനും അറിയില്ല. പേഴ്സ് എടുത്തിട്ടില്ലേന്ന്. പകുതി ഉള്ളിലൊരു കോഴി ഹാഫ് ബോണായിട്ടുള്ള അതൊന്നും അല്ല, റോസ് കളർ ആണ്. ഈ അറിയണ കണക്ക് ഈ വാങ്ങിച്ചിട്ടുണ്ടോ? വെറുതെ അവിടെ തള്ളരുത് കേട്ടോ. ചേവലിനെ കുറിച്ച് പറ്റിച്ചത് ഈ റോസ് ഇതാ സാധനം പറഞ്ഞിട്ട് മണ്ട വിശ്വസിച്ചു. ചേതലെ കണ്ടല്ലോ, ചേവൽ എന്നല്ല പേര്, ചേതലല്ല കേട്ടോ. ആ മിഠായി സെക്ഷനിലൂടെ തന്നെ പോണോ? ഞാൻ നന്ദേനെ എങ്ങനെ കൊണ്ടുപോകും വിചാരിച്ചു. അജുമാമാന്ന് അവസാനം വരുള്ളൂ. വാങ്ങിച്ചു കൊടുക്ക അജുമാമ. സുഭാഷ് ചേട്ടാ, അജു കണ്ണും കണ്ടൊക്കെ എടുത്ത് വാരിയിടുന്ന കേട്ടാ. ദാ ഈ നാട്ടുകാരനല്ലാന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ ചിക്കുവിന് മറ്റേ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തോലെ. അതന്നെ, ഓൻ പോവും. ഞാനും പോവും, കൊട്ടയും കുട്ടീനും ഇവിടെ വെക്കും. ഞാനും പോവും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോ. നന്ദ, ഞാനിവിടെ ഇട്ടു കേട്ടോ. ഞാൻ അമ്മയാണെന്നുള്ള ഇതിൽ നിൽക്കൂല കേട്ടോ. ചെടിച്ചട്ടി ഇങ്ങനെ തൂക്കിടൂലേ? ആണ്. ആര് വാങ്ങിച്ചെന്നാ പൊന്നു? പേടിച്ചു, ഒരു 10-20 പ്രതീക്ഷിച്ചു. മറ്റേ ഇവിടെ അത്രയല്ല സൂക്കില്. ഇതതിന്റെ ചെറുതാ. ഇനി അത് പുട്ടിന് കണ്ട അടുത്ത പ്രശ്നം കേട്ടോ. ഇത് എന്തിനു വാങ്ങിച്ചതാ എന്താ? അത് ചീകാനുള്ളതല്ല, പൊട്ടൊക്കെ എവിടെയാണ് എന്താ വെച്ചിരിക്കണേ? ഇതേ പൊട്ടേക്ക. അമ്മ നോക്കട്ടെ.
ഇങ്ങനെ ഇടാനാണോ? ഇത് എല്ലാവരും ചോദിക്കലുണ്ട് ഇതിനെ മുടി ഒന്ന് വൃത്തിക്ക് കെട്ടി വെച്ചൂടെ. സുഭാഷേട്ടന് ഇഷ്ടമല്ല കേട്ടോ മുടി കെട്ടി വെക്കുന്നത്. അത് ഇങ്ങനെ ഞാൻ കെട്ടി ഈർന്നൊക്കെ വെച്ചാൽ ഇങ്ങനെ ആക്കിയിടും. ഒന്നാമത് ഉള്ളില്ലാത്ത മുടിയാണ്, അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ടാളും. പൊട്ട് പോയല്ലോ എന്താ? കണ്ണാടി നോക്കണോ? ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നോക്കാം കേട്ടോ. ഫോണിൽ കണ്ടാൽ മതിയോ? ഇതിനാണോ ഇത് വാങ്ങിയത്? അമ്മ വിചാരിച്ച് വെറുതെ വാങ്ങിയതാണ്. കിക്കിയാവുണ്ടോന്നോ? എനിക്ക് കിക്കിയൊന്നും ആവണില്ലല്ലോ. എന്റെ നന്ദയ്ക്ക് കിക്കിയാവുണ്ട്. അങ്ങനെ എന്റെ കിക്കിയൊക്കെ ഞാൻ അടിക്കണം. കിക്കിയുണ്ടോ? പ്രിയ ചേച്ചി തന്ന ബേബി ഉണ്ടോ? അപ്പൊ ഇനി വേറെ ബേബീനെ വേണ്ടല്ലോ. നല്ല മോളാട്ടടാ. നമ്മളെ വീട്ടിൽ പ്രിയ ചേച്ചി തന്ന ബേബി ഉണ്ട്, അതുകൊണ്ട് വേറെ ബേബി വേണ്ട. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നന്ദേന്റെ പല്ല് പോലെ ഉണ്ട്. ഇതെന്തിനാ രണ്ടെണ്ണം? ഇവനാണ് പഠിപ്പിക്കുന്നത്. അതൊന്നും അറിയാറായിട്ടില്ല. പക്ഷെ അങ്ങനെ തലയിൽ വെച്ച് നമ്മളൊന്നും മുറിച്ചിട്ടില്ലല്ലോ. പാവക്കുട്ടീൻ്റെ സെക്ഷനിലെത്തിയപ്പോഴേ പ്രിയ ചേച്ചി വാങ്ങിയ പാവുണ്ട്, വേറെ വാങ്ങണ്ടാന്ന്. പക്ഷെ ഈ സാധനം പോവില്ലേ? ഈ കളർ പോവില്ലേ? ബുദ്ധിമുട്ട് വന്നു നമ്മളെ വെയിറ്റ്. അതെ ഓം ഗ്രീൻ കുട്ടിച്ചാത്ത. അതെ ഓം ഗ്രീൻ കുട്ടിച്ചാത്ത ബൂം സ്വാ. തുറക്കട്ടെ. ഇല്ലല്ല, എന്തോ ഇന്നലെ എടുത്തു വെച്ചപ്പോ പറഞ്ഞത് ഷാനുവിന് കൊടുക്കണം എന്നാണ്. ഷാനു നന്ദിക്ക് ഉടുപ്പൊക്കെ തന്നിട്ടുണ്ട്, ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ പറയണ ഷാനു. ജ്യൂസ് വാങ്ങിക്കുന്ന അത് കണ്ടപ്പോഴും പറഞ്ഞു അജുമാമനും ഷാനുവിനും വേണമെന്ന്. വളർത്താനല്ല ഇറക്കാൻ. എന്തുവാ നമുക്ക് ഇറങ്ങിയിട്ട് വരാം. ടാറ്റു കൊടുത്തേക്ക് നമുക്ക് ഫോണേന്ന് പറഞ്ഞിരിക്ക. ഒരെണ്ണം ഇല്ല. പോട്ടെന്നാ, ശരി, ബൈ. അത് നന്ദയുടെ അവകാശമാണ് കേട്ടോ. അവളെ കുഞ്ചിയിലേക്കുള്ള സാധനമാണ്. പോക്കറ്റ് ഇട്ടോ, അവിടുന്ന് തരാം, വീട്ടിൽ നിന്ന് തരാം. വേണ്ട, അത് കയ്യിൽ നിന്ന് പോവും. പോക്കറ്റിലിട്ടോ, അവിടുന്ന് തരാൻ. ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ പോക്കറ്റ് ഇവിടെ കണ്ടെത്തി മറക്കും. കവർ താന്ന് പറയുമ്പോഴേക്ക് തരണോ? പിടിച്ചൂടെ അവിടെ? ഇറക്കി വിടും, ഒന്നുകൂടെ നടന്നോട്ടെ. ഈ നല്ല സൂപ്പറാണല്ലോ. ഇല്ലല്ല, എന്റെ കുട്ടി നടക്കും. അമ്മ എടുക്കൂലട്ടോ. ഒരു ഫോർമാലിറ്റിക്കെങ്കിലും വേണ്ട പറഞ്ഞെന്താ? പല്ലുവേദനയാണെന്ന്.
എന്നാ ശരി കേട്ടോ, ബൈ. ഒരു ബൈ പറയാ ചേട്ടനുണ്ട്. വാ പോരെ. ടാറ്റ കൊടുത്തൂല്ല. ഞങ്ങൾ പോരുമ്പോഴേ നന്ദക്കുട്ടീൻ്റെ വീഡിയോ ഇവിടെ ഞാൻ ടിക്ടോക്കിൽ ഇടാറുണ്ടേ. അപ്പോൾ ടിക്ടോക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പം ആ ചേട്ടൻ ഇറങ്ങി വന്നാട്ടോ. നിലമ്പൂരുള്ളതാ, കരുവാരക്കുണ്ട്. നിലമ്പൂരല്ലല്ലോ, കരുവാരക്കുണ്ട്. പക്ഷേ നിലമ്പൂർ അടുത്താണ് തോന്നുന്നു അല്ലേ. അവിടെയുള്ള ചേട്ടനായിരുന്നു. നന്ദക്കുട്ടി ഉണ്ടല്ലോ, അവർ മിഠായി വേണോ ചോദിച്ചപ്പോൾ ആദ്യം ആന്ന് പറഞ്ഞു കേട്ടോ. എന്നാ വാ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു പല്ലുവേദനയാണെന്ന്. ഉടായ്പുണ്ണി. നന്ദക്കുട്ടിക്ക് നാണെന്ന് പറഞ്ഞ കേട്ടോ. നന്ദ, ആ ചേട്ടൻ വന്നപ്പോ എന്തിനാ പോവാഞ്ഞത്? പേടിയാണോ? എന്തിന് പോവാൻ? പേടിയാണ് അല്ലേ? മിഠായി വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ പോവാൻ നന്ദക്കുട്ടിക്ക് പേടിയാണ് അത്രേ. അതെന്താ അതെന്തിനാ കരയണേ? പേടിണ്ടോ? പേടിയല്ലേ? അതെന്താ പേടിച്ചാ? ഈ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ കണ്ടോ പൊട്ടൂസേ, തുറക്കണ്ടാന്ന്. ഇങ്ങനെ മുക്കി വെച്ചാൽ കാറ്റുണ്ട്. നന്ദക്കുട്ടി പഠിച്ചോ? കാറ്റുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടോ. ഞാൻ വെച്ചു കാറ്റത്ത് ഓട്ടോമാറ്റിക്കലി ഊതിയതാ. നല്ല മതിയാണല്ലോ. ചൊറിയടി അടച്ച. പിന്നെ സ്കൂളിന്റെ അടുത്ത് പോകുമ്പോ സാധനം തീരുട്ടോ. സ്കൂളിന്റെ അടുത്ത് പോകുമ്പോ സാധനം തീരുവേ. ഒരു വട്ടം കൂടി അത് തീർന്നു പോകുന്നു പറഞ്ഞോണ്ടാ. ഇതിനടുത്ത് എന്ത് പറഞ്ഞാലും അതൊരു കൺവിൻസ് ആവൂലേ. നമുക്ക് ഇന്നത് ചെയ്തു തരാന്ന് പറഞ്ഞാ ഒന്നും ഉറച്ചു നിൽക്കും. അതിപ്പോ ചോറ് തിന്നാപ്പോ ലാസ്റ്റ് ഉരുളയാണ്, അതിൽ വേറെ എന്തെടുത്ത് തരാന്ന് പറഞ്ഞാലും അത് തിന്നൂല. മതി എന്ന് പറഞ്ഞാൽ മതി, കൺവിൻസ് ആവൂല. അത് വല്ലാത്ത സാധനമാണ്. അക്കുവൊക്കെ ഉണ്ടല്ലോ, ഇത് തിന്നാ അത് തരാറിഞ്ഞാ വേഗം തിന്നും. ഇത് വല്ലാത്ത ചൊറിച്ചേമ്പാണ്. ആരെ സ്വഭാവമാണാവോ? അക്കുവാണ് നല്ല കുട്ടി. എൻ്റെ അടുത്തോ? അക്കുവോ ഇന്നലെ എൻ്റെ അടുത്ത് പറയാണ് നന്ദയ്ക്ക് കണ്ണിന്ന് വെള്ളം വന്നു. ഞാൻ എന്തിന്? അക്കുവായിട്ട് തല്ലു കൂടിയിട്ട്. ഞാൻ അതിൻ്റെ ആവശ്യം എന്തേന്ന് നമുക്ക്. നന്ദ കാട്ടിയ കുരുത്തക്കേടാണ്. ആ സാധനം വാഷ്റൂം പോയിട്ട് ആ സാധനത്തിൽ വെള്ളം നിറച്ചു. അതായത് കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അവൾ കളിച്ചിട്ട്. കുറച്ച് തീർന്നു. ഇനി വെള്ളം പൊള്ള ഉണ്ടാവുമോ? സോപ്പല്ലായിരുന്നു, അത് കളഞ്ഞില്ല നീ ആയിത്തെ. ഇനി വെള്ളം പൊള്ള ഉണ്ടാവില്ല. ഉണ്ടല്ലോ. എന്താ വെള്ളം നിറച്ചെങ്കിലും പൊള്ള വരുന്നുണ്ട് കേട്ടോ. തീർക്കുന്നൊന്നുമില്ല. മതി. കണ്ടോ, ഭാഗ്യത്തിന് അത് പൊള്ള വരുന്നുണ്ട്. പണ്ടത്തെ അത്ര അല്ലെങ്കിലും വെള്ളം നിറച്ചാ പൊള്ള വരും എന്നാണ് എന്താ പറയണേ. കണ്ടു കന്തു മതി. ഇനി അടച്ചു വെച്ചോ. ഒന്ന് താത്തിയിട്ട് ഒന്ന് താത്ത്. ഇനി പൊക്ക്, ഇനി മെല്ലെ പൊക്ക്. അടച്ചു വെച്ചാളിനി. അപ്പൊ ഒരു എക്സ്ചേഞ്ച് നോക്കിയാലോ നമുക്ക്. നല്ലതാണെന്ന് നിറച്ചുണ്ട്. ഇത് നിറയുണ്ടക്കൂ. എടാ ഇതില് പൊള്ളപ്പ നന്ദ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്നുകൂടി കാണിച്ചു കൊടുക്കുന്ന എന്താ പൊള്ള ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന. ഞാൻ തുറന്നായിരുന്നോ? തുറന്നു കാണിച്ചു കൊടുക്ക്. ഇതാ നമ്മളുണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുക്ക്. എന്നാ ഉണ്ടാക്ക്. കണ്ട ഇത്രയും പൊള്ള ഉണ്ടായി. ഇതാ എനിക്ക് ഇത്ര പൊള്ള പോരെ. വേണമെങ്കിൽ മതി പറയും. വേണമെങ്കിൽ മതി, ഞങ്ങക്ക് നിർബന്ധമൊന്നുമില്ല. ഇത് നിറയുണ്ട്. കണ്ട എത്ര പൊള്ളി വരുന്നു നോക്ക്. ഗ്ലാസ് ഓർന്നാ വാങ്ങിട്ടോ.
റൂഫ് തുറന്ന് പൊക്കി പിടി. ആ റൂഫ് തുറക്ക്. നാഷണൽ ഡേന്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. ഡിസംബർ 18-ാം തീയതി നാഷണൽ ഡേ ആണ്. അപ്പൊ അതിന്റെ ഡെക്കറേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഖത്തറിന്റെ ഫ്ലാഗിന്റെ കളറൊക്കെ ആക്കിയിരിക്കുന്നത്. അതൊക്കെ പഴം വേണം അത്ര. അല്ലെങ്കിൽ വണ്ടിയിൽ പഴം എടുത്ത് വെച്ചാൽ കഴിക്കൂല. ഇന്ന് ഇല്ലാന്ന് അറിയണോണ്ട് അവള് മനഃപൂർവ്വം പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അച്ഛൻ വാങ്ങി തന്ന അവിടെ ഞാൻ തിന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒറ്റയ്ക്ക് തിന്നാ മതി. തിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഇത് കളിച്ചിന് സ്ഥലമല്ല. നമുക്ക് ഖത്തർ പേൾ ഖത്തർ എക്സാമ്പിൾ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ പേൾ ഖത്തർ, പേൾ ഓഫ് ഖത്തർ. പേളുകൊണ്ടുള്ള ഖത്തർ ഇങ്ങനെ അടിപൊളി കൊട്ടാരല്ലേ. ഒന്നും എടുക്കാൻ പാടില്ലേ, പാടില്ലാത്തല്ലേ. എന്ത് ഭംഗിയാ നോക്കൂ. നന്ദയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടൊരു പഴം വാങ്ങണം. പഴം തിന്നൂല്ലേന്നൊക്കെ ഒന്ന് കാണണം. ഈ വഴി ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് വെക്കുന്ന കാണുമ്പളേ കല്യാണ വീടിന്റെ ഒരു ഓർമ്മല്ലേ നമ്മളെ നാട്ടിന്റെ ഉത്സവത്തിന്റെ ഒക്കെ. തള്ളൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ കാണൂലേ, അതുപോലെയല്ല. എന്തിനാ തള്ളു പറയുന്നേ? ഈന്തപ്പനയമല്ല, നമ്മള് തെങ്ങുമ്മ വെക്കും, അവരിവിടെ ഈന്തപ്പനയമ്മ വെക്കും. നീ നോക്കുന്നുണ്ടോ? നന്ദയ്ക്ക് പോണം. നന്ദയ്ക്ക് ഇവിടെയൊക്കെ ഇറങ്ങണം എന്നാ പറയണ കേട്ടോ. ഇവിടെ ഇറങ്ങണം നന്ദയ്ക്ക്, നമുക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തണം, നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാം. നാളെ ഇറങ്ങണോ മറ്റന്നാളെ ഇറങ്ങണോ? ഇന്ന് തന്നെ ഇറങ്ങണല്ലേ നന്ദ? പാർക്കിംഗ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ, നമുക്ക് ഇറങ്ങാം. മുറിയാവും. ആരാ അമ്പിളി? മാമൻ. നീയോ? എടാ അമ്പിളിക്ക് താടി ഉണ്ട് ഇത്ര. അനക്ക് താടി ഇല്ലാതെ. നന്ദോ 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 പാപ്പിയാ മിഠായോ? കൈ കുടുങ്ങി. കുട്ടി മറക്കുന്നല്ലേ ഈ പറഞ്ഞത്? പൈസേന്റെ കാര്യത്തിലൊന്നും എന്റെ കുട്ടി മറക്കൂല കേട്ടോ. ഇല്ല പാപ്പില്ല, ഒന്നുമില്ല. ഇല്ലല്ലോ. പോകിലിട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് വരാം. നക്കുന് പോക്കിലിട്ടോണെങ്കിൽ അന്ന ഇന്ന വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ ഇട്ടോ, ആർക്കച്ച കൊടുത്തോ. മാമന് വിശ്വാസമാണോ? 嗯 വിശ്വാസം? ഓക്കെ. വരുമ്പോ എന്തെങ്കിലും
മാജിക്. നന്ദക്കുട്ടാ നന്ദേ നന്ദുവോ ആ പഴം തിന്നില്ലെങ്കിൽ നന്ദയ്ക്ക് അടിയാണ്. ഇത് ആനേന്റെ കഷ്ടം. പൊട്ടിച്ചോ? ആ പിടിച്ചോ, കടിച്ചോ. തിന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ തിന്ന് കാട്ടി കൊടുത്ത മൊത്തം. പിന്നെ നമുക്ക് എന്താ പരിപാടി? യമ്മീ. തിന്ന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതാണ് പഴട്ടോ. കടിച്ച് കടിച്ച് വേഗം തിന്ന് കാട്ടി കൊടുക്കും. പട്ടേന്ന് അമ്മേനെ പറ്റിച്ചേ പൊത്തൂറ്റേ ഇക്കണ്ടെങ്കിൽ മനഃപൂർവ്വമാണ്. അത് തട്ടിച്ചോൾക്ക് അറിയാം അത് മുറിഞ്ഞു പോകുന്നു. 2 കടി കൂടി വേഗം കടി. ഇത്ര ഉള്ളു, ഞങ്ങള് കഴിക്കും. ഇതാണ് പണി കൊടുക്കുക എന്ന് പറയണത്. ഓൾക്കേ ആ മതി, ഇത്ര തിന്നില്ലേ, അത് മതി കേട്ടോ, മതി. ബാ അന്നെ ഞാനുണ്ടല്ലോ. ഹാ എന്തിനാ പാപ്പി? കുഞ്ചിലിടാന് നമുക്ക് വേറെ പാപ്പി സുവച്ചൻ തരലുണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ പാപ്പി ചോദിക്കുന്നേ? അജീന്റെ പോക്കറ്റിലുണ്ട്. അജി വണ്ടി ഓടിക്കല്ലേ, അജി തരും. വണ്ടി ഓടിക്കുകയാണ് അജി. വണ്ടി ഓടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് പാപ്പി തരും. എങ്ങനെ ഉണ്ടടാ, മറന്നില്ലേ കുട്ടി? നന്ദ പ്രാർത്ഥിച്ചപ്പേക്ക് പാപ്പി കിട്ടിയില്ലേ? ആ അപ്പൊ പ്രാർത്ഥിച്ചാ മതിയില്ലേ പാപ്പി കിട്ടാൻ? ആ എല്ലാരും കേട്ടല്ലോ, പാപ്പി കിട്ടാൻ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ആ ഞാൻ കണ്ടു. ആ ഓക്കെ. അങ്ങനെ പ്രാർത്ഥിച്ചാ പാപ്പി കിട്ടുമോ നന്ദ? എവിടെ കാണട്ടെ? എവിടെ കാണട്ടെ? ആ കാണിച്ചോണ്ട, പ്രാർത്ഥിച്ചിട്ട് പാപ്പി കിട്ടിയത് കാണിച്ചാ. പാപ്പി കിട്ടുമോ ഇപ്പൊ പ്രാർത്ഥിച്ചാല്? എവിടെ കാണട്ടെ പാപ്പി? ദൈവമേ, എല്ലാരും കണ്ടില്ലേ? എന്താ ദൈവത്തിന്റെ ഓരോ കളികളില്ലേ? പ്രാർത്ഥിച്ച അപ്പ പാപ്പി കൊടുക്കും. അജുവാണ് ഇത്ര തമ്പായി. എല്ലാരോടും പറയും പ്രാർത്ഥിച്ച പാപ്പി തരും. എന്തു പറ്റി? എന്തിനാ ഭാഗ്യം? എന്തേ ഭാഗ്യം എന്ന് പറയാൻ കാരണം? ഗിഫ്റ്റ് വാങ്ങാനോ? ആ അടുത്ത ഷോപ്പ് എത്തി, അപ്പൊ വേഗം ചോദിക്കാ. നന്ദ വരുന്നില്ല, നന്ദ വരുന്നില്ല പറയുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരണം. നീ ഇവിടെ ഇരിക്കുവോ? അതിൻ്റെ ഉള്ളിൽ മിഠായി വേണ്ട, നോക്കി ആ സാധനം നോക്കിയാ. ഒരു പൂച്ച അത് വേണ്ട. എൻ്റെ അച്ഛനെ ഇട്ട കാശുണ്ട് ഡി. പോന്നോ? മിഠായി അൻ്റെത് കാട്ടി തരട്ടെ. ഞാൻ ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ഇല്ല ഞാൻ കാണിക്കൂല. കിട്ടും. എന്റെ മൂക്ക് തൊട്ടാ തന്നെ ഞാൻ കൊല്ലും. അൻ്റെതാക്കട്ടെ. ഇല്ല ഞാൻ അങ്ങനെ വേണ്ട, ഇന്നെ ഇതാക്കണം. ഞാൻ അൻ്റെത് വേണമെങ്കിൽ ആക്കി തരാം. അടി കിട്ടും. എന്റെ കൈ വന്നതിന്റെ കിട്ടും. ഈ വേദനിപ്പിക്കാൻ നല്ലതാണ്. വേണ്ട, എനിക്ക് എന്നെ നന്നായിട്ടറിയാം. ഈ ഉപദ്രവിക്കാൻ ബെസ്റ്റാണ്. അജു കിട്ടും. അജു എന്റെ കയ്യിൽ അൽക്ക് ഇവിടേക്ക് മുറിയാണ്. നോക്ക് ഇവിടെ. എനിക്ക് കണ്ടന്റാ വേണ്ട, എനിക്ക് കണ്ടന്റ് വേണ്ട ഞാൻ പറഞ്ഞു. അജോ എന്റെ കയ്യിലൊക്കെ മുറിയാണ്. നോക്ക് സുഭാഷേട്ടാ, സുഭാഷേട്ടാ വേണ്ട പറഞ്ഞേക്ക്. എന്റെ കയ്യിൽ മുറിയുണ്ട്. എന്റെ കയ്യിൽ ഇവിടേക്ക് മുറിയാണ്. അജോ കിട്ടും, പോയിക്കോ. അജോ ഇത് കളിയല്ല കിട്ടും.
ഇവളെങ്ങനെ മറ്റേ അക്കോനായി തരമ്മ വേണ്ടട്ടോ വേണ്ടട്ടോ അവൻ ദുഷ്ടനാണ് ഇതുണ്ടോ ഇതിന് പിടിച്ചാലും കുഴപ്പമില്ല പക്ഷെ വലിക്കാൻ തോന്നില്ല. വലിച്ച നല്ല കട്ടി ഇടുക, അത് ഉപ്പ് തിന്നണ തിരക്കില്ല. അയ്യോ കുരുമുളക്. ചൂട് വെള്ളം കുടുങ്ങിപ്പോയി. എന്താ ചെയ്യാ ഇങ്ങനെയും കുടുങ്ങിപ്പോയോ? രക്ഷപ്പെടാൻ പറ്റില്ല പൊന്നു, ഇറങ്ങാനേ പറ്റുന്നില്ലേ? എനിക്ക് നീങ്ങാൻ വയ്യ. ചെവിയിൽ കിക്കിലിയാക്ക്. കുരുമുളക് കണ്ണിക്കിടാനാ? ഈ നന്ദ കണ്ണടക്കി നന്ദ കണ്ണടക്കി. അതെ നന്ദ കണ്ണടക്കി. ഇല്ല എടുക്കൂല. ആദ്യം പിടിച്ചു. കണ്ണടച്ചോ കുട്ടീനെ പറ്റിച്ച അങ്ങനെ ഇരിക്കും. വെള്ളം കൊടുക്ക അലക്കി മൂന്നറിയാനും നശിപ്പിച്ച ഷർട്ട് ചെയ്യാൻ പാടാ. കണ്ടു കുറച്ചുകൂടെ നിന്നോടി കണ്ണടക്കി. നന്ദ കണ്ണടക്കി. ഇത് ഞാൻ പിടിച്ചേക്കാം. ഇത് ഞാൻ മാറ്റിയേക്കാം. കണ്ണടച്ചോ. കണ്ണടക്കി. ആരെ വിശ്വസിച്ചാലും അന്നെ വിശ്വസിക്കൂലോ. നല്ല ചാടി അത്ര ചാടിക്കറിയില്ല. ഇത് വലിയ വട്ടയാണ്. എപ്പോഴും പറഞ്ഞു പോകും. പാവന്റെ കുട്ടി നല്ലതാ. പനിക്കല്ല. അച്ഛൻ പറ്റിച്ചില് വെച്ച് നോക്ക്. ഒന്നുകൂടി അച്ഛൻ പറ്റിച്ചില് വെച്ച് നോക്ക്. അക്കുന്റെ കയ്യിലുണ്ട് സോഡ. അക്കുന്റെ കയ്യില് മധുരമില്ലാത്തോണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ടോ? ഒന്ന് കുടിച്ചു നോക്ക്. ആണോ? എടാ ചുണ്ട് പൊള്ളൊന്ന് പറയില്ലേ? ഇത് കഴിക്കണ്ടാന്ന്. അതുകൊണ്ടാവും അത് കൂടുതൽ കുടിക്കാത്ത. അറിയില്ല. അവിടെ നിന്നാ കിട്ടിയത്, സോഡയല്ല. ഈ പൂവിന്റെ അടുത്ത് നിക്ക്. പൂവിന്റെ അടുത്ത് ചാർജ് ഇല്ല ബാറ്ററിക്ക്. സാറ് പോര്, മതി. ചാർജ് ഇല്ല ഫോണില്. എന്താ തുറക്കട്ടെ? പിന്നെ കിടന്നുറങ്ങണ്ടേ? വീട്ടിൽ പോയണ്ടേ? വീട്ടിൽ പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. എവിടെ എന്നാ പറയുന്നത്? വീട്ടിൽ കയറണ്ടാന്ന്. നീ എവിടെ കിടക്കും? നിലത്തോ? നമ്മളെ വന്ന് കരിമ്പുലി വന്ന് കൊണ്ടുപോകുന്നില്ല. വലിയ പൂച്ചയും കരിമ്പുലി വന്ന് കടിച്ചോണ്ടോ. കേറിക്കോ വീട്ടിൽ കയറിക്കോ.
അജുവിനെ വേണമെങ്കിൽ കയറ്റാതെ വാതിലടച്ചോ. വീട്ടിൽ കയറണ്ടാന്ന്. ഇതും പിടിച്ച് കടന്നോ കേട്ടോ.